നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ശനിയാഴ്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നത് CPM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ്. മറ്റു പലരെയും പോലെ ഈഞ്ചക്കലിലുള്ള ഓഫീസിൽ നേരിട്ട് വിളിച്ചായിരുന്നില്ല കടകംപള്ളി ചോദ്യം ചെയ്തത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. മറ്റേതോ രഹസ്യകേന്ദ്രത്തിൽ വെച്ചാണ് കടകംപള്ളി ചോദ്യം ചെയ്തതെന്നാണ് ഉള്ളിൽ കിട്ടുന്ന വിവരം. എന്തുകൊണ്ടാണ് മുൻ മന്ത്രി കൂടിയായ ഇപ്പോൾ നിലവിൽ MLA ആയ കടകംപള്ളി സുരേന്ദ്രനെ മാത്രം എന്തിനാണ് മറ്റൊരു കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള മൊഴിയെടുത്തത് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തവുമാണ്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഏതാണ്ട് 3 മണിക്കൂറോളം സമയമാണ് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. ഏതാണ്ട് 100ഓളം ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. ഇതിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനാകാതെ കടകംപള്ളി സുരേന്ദ്രൻ വെള്ളം കുടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ്റെ ബന്ധത്തെക്കുറിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യങ്ങൾ ചോദിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു സ്പോൺസർ എന്നുള്ള നിലയിൽ മാത്രമാണ് തനിക്ക് അറിയാമായിരുന്നത് എന്നും അതല്ലാതെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തനിക്ക് അറിയില്ല എന്നുമാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ MLA ആയ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലർക്കും വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് ഏതാണെന്ന ചോദ്യത്തിന് കടകംപള്ളി സുരേന്ദ്രന് ഉത്തരമില്ലായിരുന്നു. കാരണം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ സ്വന്തം മണ്ഡലത്തിൽ ഒരു MLA എന്നുള്ള നിലയിൽ കൂടുതൽ ശ്രദ്ധേയനാവാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ആളുകൾക്ക് സൗജന്യമായി വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ സാമ്പത്തിക സ്രോതസ്സ്, അതായത് ഇയാൾക്ക് എവിടെ നിന്നാണുള്ള വരുമാനം കിട്ടിയത് എന്നുള്ള കാര്യം ഇപ്പോഴും കടകംപള്ളി സുരേന്ദ്രന് അറിയില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ശബരിമലയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് യാതൊരു തരത്തിലുമുള്ള അറിവോ ബന്ധമോ ഇല്ലായിരുന്നു എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആ ജയിലിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ അന്വേഷണ സംഘത്തിൽ വെളിപ്പെടുത്തിയത് എല്ലാം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ നിർദ്ദേശവും അനുവാദവും അനുസരിച്ച് തന്നെയാണ് തങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നാണ്. അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴികളിൽ വലിയ തോതിൽ വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം അന്വേഷണത്തോട് സഹകരിച്ചു, ചോദ്യം ചെയ്യലോട് സഹകരിച്ചു എങ്കിൽ പോലും പോലീസ് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലാണോ കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകിയതെന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും. മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്ന ആളാണ്, ഇപ്പോൾ MLA ആണ്, CPMൻ്റെ സമുന്നതനായ നേതാവാണ്. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോൾ അവരെ ആ ചോദ്യങ്ങളെ നേരിടുന്നതിനുള്ള പരിശീലനം അദ്ദേഹത്തിന് കിട്ടിക്കാണുന്നുള്ള ഉറപ്പാണ്. കാരണം പ്രമുഖരായ അഭിഭാഷകരുമായിട്ടും മറ്റും കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യത്തിൽ മുൻകരുതലെടുക്കേണ്ടത് എങ്ങനെയെന്ന് കടകംപള്ളി സുരേന്ദ്രന് നന്നായി അറിയാമായിരുന്നിരിക്കാം എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അങ്ങനെ തന്നെയായിരിക്കും അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ മറുപടികൾ നൽകിയത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു എല്ലാം തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് ആണ് ഇനി കൂടുതൽ അറിയേണ്ടത്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കടകംപള്ളി സുരേന്ദ്രനെ എല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഏതായാലും കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിൽ അത്ര തൃപ്തിയില്ല എന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഒരു പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിലാണ്, അതായത് ഒച്ചെഴുന്ന വേഗത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എങ്കിൽ, അതുപോലെ പ്രധാനപ്പെട്ട പലരെയും ഇനി കൃത്യമായി കസ്റ്റഡി എടുക്കാനും ചോദ്യം ചെയ്യാനും ഒന്നും തന്നെ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഹൈക്കോടതി തന്നെ CBI അന്വേഷണത്തിന് നേരിട്ട് ഉത്തരവിടുമോ എന്നുള്ളൊരു ആശങ്കയും ഇപ്പോൾ CPM നേതൃത്വത്തിനുണ്ട്. CPM നേതാക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി എല്ലാ വീടുകളോടും കയറിയിറങ്ങി ആളുകളോട് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ചെല്ലുമ്പോൾ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ള ഭയം അവർക്കുണ്ട്. കാരണം CPMൻ്റെ ഉന്നതരായ നേതാക്കളാണ് ഇപ്പോൾ ഓരോരുത്തരായി പിടിയിലായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം CPMൻ്റെ നോമിനിയായ ദേവസ്വം ബോർഡ് അംഗമായ N. വിജയകുമാറും അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് CPMൻ്റെ നേതൃത്വം അറിയാതെ ഇതൊന്നും നടക്കുകയില്ല എന്നാണ്. വിജയകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തോട് മൊഴി നൽകിയത് എല്ലാം പത്മകുമാർ സഖാവ് പറഞ്ഞിടത്തെല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നാണ്. കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പത്മകുമാർ സഖാവാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിടത്തെല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നാണ്. പത്മകുമാർ പറഞ്ഞിടത്തെല്ലാം ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ പത്മകുമാറിൻ്റെ ഒരു സ്വാധീന ശക്തി നമ്മൾ മനസ്സിലാക്കണം. ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുമ്പോൾ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും മറ്റ് 2 അംഗങ്ങളും കൂടി ചേർന്ന് വേണം തീരുമാനമെടുക്കാൻ. അവരുടെ അഭിപ്രായം ചോദിക്കാതെ പത്മകുമാർ തീരുമാനമെടുത്തതിന് ശേഷം ഇവരോട് ഒപ്പിടാൻ ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ KP ശങ്കരദാസും N. വിജയകുമാറും പത്മകുമാർ പറയുന്നതെല്ലാം അതേപടി അനുസരിച്ച് ജീവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് പത്മകുമാറിൻ്റെ രാഷ്ട്രീയ സ്വാധീനവും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ CPM നേതാക്കളുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമാണ്. മുൻ MLA ആണ്, പത്തനംതിട്ട ജില്ലയിലെ അതിശക്തനായ CPM നേതാവാണ്. അങ്ങനെയുള്ള ഒരാളിൻ്റെ മുന്നിൽ തങ്ങൾ നിഷ്പ്രഭരായിരുന്നു എന്നാണ് വിജയകുമാർ പറയുന്നത്. പക്ഷേ വിജയകുമാറിൻ്റെ ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം ഇനി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും
സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഊരാക്കുടുക്ക് തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും സി പി എം സംസ്ഥാന സമിതി യോഗം ചേർന്നപ്പോഴുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി എന്ന് തന്നെയാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ പലരുടെ അഭിപ്രായ പ്രകടനങ്ങളും അങ്ങനെയായിരുന്നു. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഡി മണിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് അയാൾ തനിക്ക് ഇവരാരെയും അറിയില്ല, ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഉൾപ്പെടെ ആരും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഡി മണിയും അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണനുമൊക്കെ തന്നെ ഇറിഡിയം തട്ടിപ്പ് കേസിലെ പ്രതികളായിരുന്നവരാണ് എന്നുള്ളതാണ്. ഇറിഡിയം തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ശബരിമലയിലും ലോഹങ്ങൾ പലതും ഇത്തരത്തിൽ ഇവർ കടത്തിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും അന്വേഷിക്കേണ്ടി വരും. മണി കൃത്യമായും ചോദ്യം ചെയ്യലിനെ നേരിടാൻ വേണ്ട പരിശീലനം നേടിയിട്ടായിരിക്കാം ഒരുപക്ഷെ വന്ന് അന്വേഷണ സംഘത്തിന് മുന്നിലിരുന്നത് എന്ന് വേണം കരുതാൻ. പക്ഷേ ഒരു CBI അന്വേഷണം വരികയാണെങ്കിൽ ഇവരെല്ലാവരും കുടുക്കിലാവും എന്നുള്ള ഉറപ്പാണ്. സംസ്ഥാന പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം എത്ര അന്വേഷിച്ചാലും അവർക്ക് മേൽ ഈ കേരള സർക്കാരിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികളിൽ പോലും പലപ്പോഴും വളരെ വേഗം കുറയുന്നത് ഹൈക്കോടതിയുടെ പോലും വിമർശനത്തെ ഇടയാക്കിയിരുന്നു. നേരത്തെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ CPM നേതാക്കളും അതുപോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ വെട്ടിലാവാനാണ് സാധ്യത. ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനെ നാളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും അത് CPM അംഗീകരിക്കേണ്ടി വരും. കാരണം അവർക്ക് മുന്നിൽ മറ്റു വേറെ പോംവഴികളില്ല എന്നുള്ളതാണ് വാസ്തവം.